നമ്മൾ കുറച്ച് സെയിൽസ് ചെയ്താലുള്ള വരുമാനം മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ടീം വർക്കിലൂടെ നമുക്ക് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതിന് വ്യക്തമായൊരു പ്ലാൻ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇങ്ങനെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിലക്കുറവ്, അതിൻ്റെ ഡിസ്കൗണ്ട്, നമുക്ക് കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കാൻ കമ്പനി തയ്യാറാണ്. അതിന് നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്താൽ അതിന് നമുക്ക് വലിയ വരുമാനം കിട്ടും. നമ്മൾ സിനിമയെ പലതിനെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഷോപ്പുകളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ റെക്കമെൻഡേഷൻ ഹാബിറ്റ് നമുക്കുണ്ട്, അതിനൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നമ്മളെ സുഹൃത്തുക്കളേക്കും ബന്ധുക്കളിലേക്കും നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്താൽ, നമ്മളൊരു സ്പോൺസർ ആവാൻ തയ്യാറായാൽ, നമ്മളൊരാൾ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനിയിൽ വന്നത്. നമുക്ക് മുമ്പേ ഐഡിയ എടുത്ത ഒരാൾ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊന്ന് സ്പോൺസർ ചെയ്യാൻ തയ്യാറായാൽ എങ്ങനെയാണ് നമുക്ക് ടീം വർക്കിലൂടെ RCM വരുമാനം തരുന്നത്? അതിനുവേണ്ടി കമ്പനി നല്ലൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് വോളിയത്തിൻ്റെ ഒരു 10% മുതൽ 32% വരെ കമ്പനി അതിൻ്റെ ബിസിനസ് വോളിയത്തിനനുസരിച്ച് നമുക്ക് സ്ലാബുകളിലൂടെ കമ്മീഷൻ തരുന്നു. അതുകൂടാണ്ട് 3% മുതൽ 8% വരെ റോയൽറ്റി കമ്പനി തരുന്നു. 5% ടെക്നിക്കൽ ബോണസ് തരുന്നു. റീറ്റെയിൽ പ്രോഫിറ്റ് വേറെ തരുന്നു. പിക്കപ്പ് സെൻറ്ററുകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു 8% മുതൽ 9.5% വരെ കമ്മീഷൻ കമ്പനി കൊടുക്കുന്നു. ഇതെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടീം വർക്കിലൂടെ നമുക്ക് എങ്ങനെ വരുമാനം കിട്ടും നോക്കുക. ടീം വർക്കിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇത് നിങ്ങളാണ്. നമുക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട്. അവരെല്ലാവരും പല്ല് തേക്കുന്നവരാണ്, കുളിക്കുന്നവരാണ്, ചായ കുടിക്കുന്നവരാണ്. ഒരു 2 പേരെ നിങ്ങൾ ഇതിനകത്ത് സ്പോൺസർ ചെയ്യുക. 2, 3, 4 എത്ര പേരെ വേണമെന്ന് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ആളുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 2 പേരെ നമ്മൾ സ്പോൺസർ ചെയ്തു എന്ന് കരുതുക. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് വളരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങും. കമ്പനി നമ്മളോട് പറയുന്നത് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. മാർക്കറ്റിൽ എത്രയോ വലിയ വില വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു പകുതി പൈസയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 2000 രൂപയുടെ 2000 ബിസിനസ് വോളിയം, ഒരു ബിസിനസ് വോളിയം ഉണ്ട്. ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു 60%, 75% ഓരോ പ്രോഡക്റ്റിന് ബിസിനസ് വോളിയം ഉണ്ടാവും. അപ്പോൾ ബിസിനസ് വോളിയത്തിലാണ് നമ്മളെ വരുമാനം കണക്ക് കൂട്ടുക. ഒരു 2000 ബിസിനസ് വോളിയം നമ്മൾ ചെയ്തു. നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ടീം, ഇവിടെ കുറച്ച് ആളുകൾ ഇവരുടെ കെയർ ഓഫിലും വന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിലും ആളുകൾ ഇതിനകത്തേക്ക് സ്പോൺസർ ചെയ്യാം. ഒരു നെറ്റ്വർക്ക് പ്ലാന് RCM നമുക്ക് മുമ്പിൽ വെക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകളെല്ലാം വന്നു, അവർ ഉൽപ്പന്നം ഉപയോഗിച്ചു, അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ വാൾ. ഇവിടെ എത്ര ആൾ വന്നു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ആളുകളുടെ എണ്ണത്തിന് പൈസ കൊടുക്കുന്ന ഒരു കമ്പനിയല്ല RCM. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ടീമിലേക്ക് വന്ന് ഇവിടെ വന്ന കുറച്ച് ആളുകളെ ചെല്ലും, 4-5 പേരേ ഉള്ളൂ. പക്ഷേ അവരെല്ലാവരും ഒരു 20,000, 50,000, 1 ലക്ഷമൊക്കെ ബിസിനസ് ചെയ്തു. എക്സാമ്പിൾ 1,10,000 ബിസിനസ് വോളിയം ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു സൈഡ്, ഒരു A സൈഡ് എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു സെക്കൻഡ് ലെഗ് നിങ്ങൾക്കുണ്ട്. ഇവിടെ അത്രയൊന്നും വന്നില്ല. ഇവിടെ കുറച്ച് പേരെല്ലാം കൂടെ വന്നു, ഒരു 60,000 ബിസിനസ് വോളിയേ വന്നുള്ളൂ. ഒരു കുഞ്ഞു ഗ്രൂപ്പ്, ഇവിടെ കുറച്ചും കൂടി വലിയൊരു ഗ്രൂപ്പ്. എല്ലാവരും നമ്മളെ കൂടെ വന്ന ആളുകൾ സെയിൽ ചെയ്തവരുണ്ടാവും, വീട്ടിൽ വാങ്ങി ഉപയോഗിച്ച ആളുകളുണ്ടാവും. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനി നോക്കുന്നത് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നിങ്ങളും നിങ്ങളെ കൂടെ വന്ന ആളുകളും കൂടി എത്ര ബിസിനസ് വോളിയം ചെയ്തു അതിനെ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഏത് സ്ലാബിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള കമ്മീഷൻ നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും കൊടുക്കും. ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിയ ആളുകൾക്ക് പോലും കമ്മീഷൻ കമ്പനി കൊടുത്തിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു സൈഡിൽ 1,10,000 വന്നു, സെക്കൻഡ് ലെങ്കിൽ 60,000 വന്നു. ഇവിടെ പല ആളുകളായിരിക്കും ഈ ബിസിനസ് ചെയ്ത്. നമ്മൾ സെൽഫായിട്ട് ഒരുപാടൊന്നും ചെയ്തില്ല. നമ്മളൊരു 2000 ബിസിനസ് നമ്മൾ സ്വന്തം ഉപയോഗിച്ചേ ഉള്ളൂ. എന്നാലും വരുമാനം കിട്ടുന്ന ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് 3ഉം കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടലി നോക്കുമ്പോൾ 1,72,000 ബിസിനസ് വോളിയം വന്നു. 1,10, 62. അപ്പോൾ ഇവിടെ കമ്പനിയുടെ ഒരു ചാർട്ട് നമ്മൾ പരിചയപ്പെട്ടു. 10% മുതൽ ഈ ഒരു ചാർട്ട് എന്ന് പറയുമ്പോൾ 26.5%. 26.5 മുതൽ നമുക്കറിയാം ചാർട്ട് നമ്മൾ കണ്ടതാണ്. 26.5% എന്ന് പറയുമ്പോൾ 1,72,000 26.5% എന്ന് പറയുമ്പോൾ 45,580 രൂപയാണ് നമുക്കും നമ്മളെ സുഹൃത്തുക്കൾക്ക് കൂടി തിരിച്ചു തരാൻ വേണ്ടി RCM മാറ്റി വെക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും കൂടി 1,72,000 ബിസിനസ് വോളിയത്തിൻ്റെ ഉൽപ്പന്നം RCM എന്ന് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്കൗണ്ട് നമ്മൾ ഈ പേസ്റ്റൊക്കെ 37 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിയത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ ഒരു 2.5-3 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം വാങ്ങേണ്ട സ്ഥാനത്താണ് നമ്മൾ 1,72,000. ഇപ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റാണ്, നമുക്ക് ലാഭമാണ്, ആരോഗ്യം കിട്ടി, ഗുണമേന്മയുള്ള ഉൽപ്പന്നം കിട്ടി. പക്ഷേ എന്നിട്ടും 45,580 രൂപ നമുക്ക് റിട്ടേൺ വരുന്നത്. അതാണ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ. ഇതിനകത്ത് നമുക്കെന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ആളുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 1.10 എന്ന് പറയുമ്പോൾ 21%, 21.5% ഇവർക്ക് കൊടുക്കണം. 23,600 രൂപ നമ്മുടെ ഈ A ലെഗിലുള്ള ടീമിന് കമ്പനി ഡിവൈഡ് ചെയ്യും. ഇതൊക്കെ കമ്പനി കറക്റ്റായിട്ട് കണക്കൂട്ടി കൊടുത്തോളൂ. നമ്മൾ റിസ്ക് അടിക്കൊന്നും വേണ്ട. 60,000 ചെയ്തൊരു ടീമിന് 19% കൊടുക്കണം. 11,400 രൂപ നമ്മുടെ B ലെഗിലുള്ള ആളുകൾക്ക് കൊടുക്കണം. നമ്മുടെ 2 ടീമിലും കൂടി ഒരു 35,000 രൂപ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
വെറും 2000 ബിസിനസ് വോളിയത്തിൻ്റെ ഉൽപ്പന്നം വാങ്ങിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ ചെയ്തത്. മമ്മൂട്ടി, മോഹൻലാൽ, ഷാരൂഖ് ഖാനൊക്കെ ചെയ്യുന്നൊരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെ പറ്റി നമ്മൾ ഷെയർ ചെയ്തു, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വർക്കിന് 10,500 കമ്പനി ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ഏറ്റവും നല്ലൊരു പണമാണ് നമ്മൾ കിട്ടിയത്. മായമില്ലാത്ത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് എല്ലാവർക്കും നമ്മൾ ലാഭം കൊടുത്തു, അവർ വാങ്ങിയതിൻ്റെ അനുപാതികമായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു വർക്കിന് നമുക്ക് 10,550. ഇത് നിരന്തരം നമുക്ക് കിട്ടുന്നൊരു പൈസയാണ്. കാരണം എന്താ, ആളുകൾ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച ആൾ വീണ്ടും പുതിയ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കും. ഒരു തവണയാണ് നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തുക. കമ്പനി ഇനി അടുത്ത ലെവൽ പറയുന്നത് നിങ്ങളുടെ ബിസിനസ് ഒരു 3.5 ലക്ഷം ഒരു സൈഡിലും മറ്റേ സൈഡിൽ 1,15,000 വന്നു കഴിഞ്ഞാൽ റോയൽറ്റി എന്നൊക്കെ പറഞ്ഞത് വണ്ടർഫുൾ ഇൻകം. വലിയ എഴുത്തുകാരന്മാർ, കലാകാരന്മാർ ഒക്കെ കിട്ടുന്ന പൈസ, വരുമാനം നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തലമുറകളോളം, അടുത്ത തലമുറയ്ക്ക് വരെ റോയൽറ്റി ആയിട്ട് ഇതിനകത്ത് വാങ്ങാൻ പറ്റും. അത് ബിസിനസ് വീണ്ടും കയറുന്ന സമയത്ത് നമുക്ക് 1.15, 1.70, 2.60, 3.5 എന്ന് പറയുമ്പോൾ മാക്സിമം 8% വരെ റോയൽറ്റി. നല്ല വരുമാനമാണ്. ഏതാണ്ട് ഒരു 10,40,000-50,000 രൂപയ്ക്ക് മുകളിലൊക്കെ റോയൽറ്റി തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിന് മുകളിലേക്ക് ഇതിൻ്റെ ടെക്നിക്കൽ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ പിന്നുണ്ട് 5 ലക്ഷം. അത് സ്ഥിരമായിട്ട് 3.5 ലക്ഷം ഒരു പെർഫെക്റ്റ് പെർഫോമൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ അച്ചീവ്മെൻറ്റ്. ധാരാളം ആളുകൾ ഇന്ന് ടെക്നിക്കൽ അച്ചീവേഴ്സായിട്ട് കേരളത്തിൽ അങ്ങോളം എൻ്റെയിലാകമാനമുണ്ട്. അതിന് മുകളിലേക്ക് ഒരുപാട് പിൻ ലെവലുണ്ട്. എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, റൂബി, സഫയർ, അങ്ങനെ ഡയമണ്ട് എന്ന് പറയുന്ന 25 കോടി വണ്ടർഫുൾ ആയിട്ടുള്ള ഇൻകം ഒരു മാസം ചെയ്യുന്ന ആളുകൾ, 50 കോടി ബിസിനസ് ചെയ്യുന്ന സ്റ്റാർ ഡയമണ്ട് വരെയുള്ള ഒരു 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ വരെ ഇന്ന് ഓൾ ഇന്ത്യ RCMലുണ്ട്. നാം മനസ്സിലാക്കണം, 100 കോടിയൊക്കെയാണ് ഒരു മാസത്തെ ബിസിനസ് വോളിയം. ഒരു അത്ഭുതമില്ല. നമ്മുടെയൊക്കെ ഒരു മാർക്കറ്റിൽ നടക്കുന്ന ബിസിനസ്സാണ് ഇത്രയേ ഉള്ളൂ. ഇത്രയധികം ഉൽപ്പന്നങ്ങളിലൂടെ അത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലാനാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ അവരാണ് പിന്നെ ഇതിനെ കൊണ്ടുപോകുന്നത്. നമ്മളൊരു സപ്പോർട്ടും സിസ്റ്റവും ഈ ഉൽപ്പന്നങ്ങൾ ആളുകളെ വലിയ രൂപത്തിൽ ഈ ബിസിനസ്സിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ഇതിനകത്ത് കൂടുതൽ പഠനങ്ങൾക്കെല്ലാമുള്ള സാധ്യതകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇന്ന് നമുക്ക് ഈ കൊറോണ കാലത്ത് സൂമിലൂടെ, യൂട്യൂബിലൂടെ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. എവിടെയുള്ള ഒരു വ്യക്തിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ ബിസിനസ് പ്ലാൻ കേട്ട നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത് ഈ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഏറ്റെടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബിസിനസ് ഡെവലപ്മെൻറ്റാണ് ഈ ലോക്ക്ഡൗണൊക്കെ. ഏതാണ്ട് 1 കോടിയിലധികം ബിസിനസ് പോലെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. കമ്പനി വലിയ ഫാസ്റ്റായിട്ട് വളർച്ച രേഖപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും വളർന്നുകൊണ്ടിരിക്കുക. ലോകത്തിൽ മറ്റെല്ലാ മേഖലയിലും പ്രതിസന്ധിയുള്ള സമയത്തും മറ്റെല്ലാ ബിസിനസ്സുകളും സ്റ്റക്കാവുന്ന സമയത്തും ഡയറക്റ്റ് സെല്ലിംഗ് വളരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ ഈ രംഗത്ത് നമുക്ക് നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഈ RCM എന്ന് പറയുന്ന ഡയറക്റ്റ് സെല്ലിങ്ങിനെ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റണം. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വിശ്വാസം നിങ്ങൾ ആർജിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളെന്തായാലും ഉൽപ്പന്നം വാങ്ങുന്ന ആൾക്കാരാണ്. അത് RCMൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. അത് RCMലാവുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെടുന്ന പണത്തിനെ നമുക്ക് തിരിച്ചു കിട്ടാൻ, നമ്മുടെ സുഹൃത്തുക്കളെ പണത്തിന് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമുക്കെല്ലാവർക്കും നല്ലൊരു നേട്ടം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കൈവരിക്കാൻ കഴിയും. എല്ലാവരും ഇതിൽ